ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ ഇന്നും ഒരടിപൊളി ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത്. വേഗത്തിന് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ്. മുഖത്ത് നല്ല തിളക്കമൊക്കെ കിട്ടും. മുഖത്തുള്ള അഴുക്കുകൾ ഇന്നലത്തെ നമ്മുടെ പായ്ക്ക് പോലെ തന്നെ മുഖത്തുള്ള അഴുക്കുകളൊക്കെ മാറിക്കിട്ടി നല്ല തെളിച്ചം കിട്ടുന്ന കേട്ടോ നമ്മുടെ മുഖത്ത്. അപ്പോഴും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. നമ്മളിതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോഴും നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മുൾട്ടാണി മിട്ടി ചേച്ചിയാണ് കേട്ടോ. മുൾട്ടാണി മിട്ടി ചേച്ചിയാണ്. പിന്നെ നമുക്ക് റോസ് വാട്ടർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞൾ. ഇതില്ലെങ്കിൽ നമുക്ക് മറ്റേ മഞ്ഞൾ ചേർക്കാം കേട്ടോ. പിന്നെ സുപ്പിൻ്റെ ഇതിപ്പോൾ ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് നല്ല കട്ട തൈര് വേണം. അപ്പോഴേ ഈ ഒരു 4 കൂട്ട സംഭവങ്ങളും വെച്ചാണ് ഇന്ന് നമ്മൾ പായ്ക്കുണ്ടാക്കി മുഖത്തിടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാമല്ലേ. വേഗം തന്നെ മഴയൊക്കെ വരുന്നു. ഇനിയിപ്പോൾ മഴയായിരിക്കും ഉച്ച കഴിഞ്ഞൊക്കെ കേട്ടോ. ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ ഇവിടെ മഴയൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട് രാവിലെ. അപ്പോഴും നമുക്ക് പായ്ക്കൊക്കെ ഇട്ടിരിക്കുക അല്ലേ മഴ വരുന്നതിന് മുന്നേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ പായ്ക്ക് അങ്ങോട്ട് ഇട്ടിരിക്കാം. ആവശ്യത്തിന് നമുക്ക് മുൾട്ടാണി മിട്ടി ചേച്ചി അങ്ങോട്ട് തട്ടിയിടാം. ആവശ്യത്തിന് ഒരു സ്പൂണൊക്കെ, ഏകദേശം ഒരു ചെറിയ സ്പൂണൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞൾ ഒരു പിഞ്ച്, കുറച്ച് ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ. എപ്പോഴും ഞാൻ പറയും, ഞാൻ മഞ്ഞൾ കുറച്ച് ഇടത്തുള്ളൂ മുഖത്ത്. കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. പെട്ടെന്ന് തന്നെ അടച്ച് വെച്ചേക്കാം അല്ലേ. എന്ത് പാടുപെട്ട് കിട്ടിയതാണെന്ന് അറിയാമോ എനിക്ക് ഈ ഒരു സംഭവം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ റോസ് വാട്ടർ കേട്ടോ. ഞാൻ വലിയ ബോട്ടിൽ കാണും, പക്ഷേ ഇത് രാത്രി ഓടിപ്പോയി എടുത്തതാണ് കേട്ടോ. ചെറുതാണ് എനിക്ക് കിട്ടിയത്. വലുത് നമുക്ക് വാങ്ങിക്കാം. തീരാറൊക്കെ ആയി വരുന്നു. അപ്പോൾ കുറച്ച് റോസ് വാട്ടർ, കുറച്ച് എന്താ മകൻ്റെ തുമ്പത്തിച്ച് റോസ് വാട്ടറായി നല്ല മണം കേട്ടോ. ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. ചിലപ്പം പനിനീർ റോസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോഴത് ഒരു 3-4 പൂ വിരിഞ്ഞ് നിൽക്കുമ്പം ഞാൻ ഓർമ്മ, റോസ് വാട്ടർ നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന്. പിന്നെ അങ്ങ് മറന്നു പോകും. പിന്നെ പിറ്റേന്ന് ഒരു 2-3 ദിവസം കഴിയുമ്പോഴാണ് ഓർക്കുന്നത്, ചെയ്തില്ലല്ലോ നമ്മളെന്ന്. അപ്പോൾ ഇനി നമുക്ക് നല്ല കട്ട തൈരും കൂടെ എടുക്കാം. കട്ട തൈരും കൂടെ എടുത്ത് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തോളൂ. ആവശ്യത്തിന് തൈര് നമുക്ക് എടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് പുളി ഒരുപാടുള്ള തൈര് എടുക്കണ്ട കേട്ടോ. പുളി കുറവുള്ള ഒരു തൈര് എടുത്തോളൂ. നന്നായിട്ട് കുറച്ചും കൂടെ വേണം കേട്ടോ. കുറച്ചും കൂടെ വേണം. സ്പൂൺ ഞാൻ ഇതിനകത്തങ്ങ് ഇട്ട് പോയില്ല. അന്നേരം ഇനിയിപ്പോൾ നമുക്ക് ആ ബാക്കി തൈരിനകത്തോട്ടേ ഇട്ടല്ലേ ബാക്കിയും കൂടെ പന്നലായിപ്പോയി. അത് നമുക്ക് വെച്ചേക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ വിഗ്രഹമൊക്കെ ഇരിക്കത്തില്ല, ചന്ദനം പൂശത്തില്ല, അതുമാതിരി പൂശി നമുക്ക് ഇങ്ങനെ ഇരിക്കാം ഒരു 15 മിനിറ്റ്. അപ്പോഴേ നമ്മുടെ മിക്സിങ്ങൊക്കെ കറക്റ്റായി കേട്ടോ. മുഖത്ത് നല്ല കളർ കിട്ടാൻ സൂപ്പറാണ് കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കെ. ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കെ. ചെയ്തിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഇത് തുടർന്ന് അങ്ങോട്ട് പോയിക്കോളൂ. അടിപൊളിയാണ്. പിന്നെ നമുക്ക് പായ്ക്കൊക്കെ നമ്മുടെ ഇഷ്ടമാണ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. ഏത് ഇട്ടാൽ നമുക്ക് നല്ല കളർ കിട്ടും എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ് കേട്ടോ. ഈ സുപ്പുമാണ് തീരുമാനിക്കുന്നത്, സുപ്പിൻ്റെ മുഖത്ത് ഏത് പായ്ക്കിടണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പായ്ക്കൊക്കെ ഇടാം. മുഖമൊക്കെ കൈയിട്ട് വന്നിരിക്കുകയാണ്. എപ്പോഴാണേലും നമ്മൾ പായ്ക്കിടുമ്പോൾ മുഖമൊക്കെ കൈയിട്ട് വന്നിരുന്ന് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക, എങ്കിലേ അതിന് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാം കേട്ടോ. മഴയൊക്കെ വരുന്നു. അപ്പോഴേ ഇടാം. ഇന്നലത്തെ നമ്മുടെ പായ്ക്കും സൂപ്പറായിരുന്നു കേട്ടോ. ഇടുക്കാച്ചയായിരുന്നു. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇന്നലത്തെ നമ്മുടെ പായ്ക്കും അടിപൊളിയായിരുന്നു. നമ്മൾ ഓരോ പായ്ക്കിടുമ്പോൾ നമുക്ക് ഇഷ്ടം കൂടുതൽ തോന്നുന്ന പായ്ക്കുകളൊക്കെ കാണുമല്ലോ. ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് എന്താ ഒരു ഐശ്വര്യവും ഒക്കെ ഒന്ന് അറിയാമോ. അപ്പോഴേ
ഞാൻ ചെയ്യുന്ന എൻ്റെ മുഖത്ത് നല്ല റിസൾട്ട് കിട്ടുന്നതാട്ടോ ഞാൻ പറഞ്ഞിരുന്നേ. അപ്പോൾ നമുക്ക് പായ്ക്കൊക്കെ ഇടാം. ഒരു ഇച്ചിരി കട്ടിക്ക് തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല തണുപ്പുണ്ട്. എൻ്റെ തൈര് കൂട്ടനുണ്ടല്ലോ ഫ്രിഡ്ജിലിരുന്നതാണ്, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. മുഖത്തുള്ള കറുപ്പും ഒക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. മുൾട്ടാണി മിട്ടി ആഴ്ചയിൽ നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ഈ പായ്ക്ക് എന്നൊന്നും ഇടാനൊന്നും നിങ്ങളെ നിർബന്ധിക്കത്തില്ല. ആഴ്ചയിൽ ഞാൻ അങ്ങനെ കേട്ടോ, ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ മുൾട്ടാണി മിട്ടിയുടെ പായ്ക്കൊക്കെ ഇടത്തുള്ളൂ. അരിപ്പൊടിയുടെ ഇതാണെങ്കിലും നമ്മൾ ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ഇട്ടാൽ മതി കേട്ടോ. ഇച്ചിരി കട്ടിക്ക് തന്നെ നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴതേ നമുക്ക് തേച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു കുഞ്ഞി മസാജൊക്കെ അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴിവിടെ വരെ നമ്മൾ കഴുത്തിൻ്റെ ഈ ഭാഗം വരെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതൊന്നും ഇട്ടിട്ട് കുത്തിയിരുന്ന് പൊതിഞ്ഞാണെന്നൊന്നും പറയരുത് ആരെങ്കിലും വരുമ്പോൾ കേട്ടോ. ഓക്കെ, സ്കിന്നൊക്കെ അങ്ങ് ചുളുക്കം വീഴും കേട്ടോ. അതാ ഞാൻ ഇന്ന് വലിയ വർത്താനം പറയാതിരുന്നത് കേട്ടോ. എന്താ ചോദിക്കും പറയുന്നുണ്ട്, നമ്മൾ തേച്ച് ഉണങ്ങാതിരിക്കുന്ന സമയത്ത് നമ്മൾ വലിയതായിട്ട് വർത്താനം ഒന്നും പറയരുത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. കവിളൊക്കെ അങ്ങോട്ട് തുടുക്കട്ടെ. അപ്പോൾ തുടുത്ത് ഇത് എവിടെ പോവാന്നോ എന്തോ. അപ്പോഴിത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മുൾട്ടാണി മിട്ടിയൊക്കെ ഒരു പാക്കറ്റ് വാങ്ങിച്ച് എത്രയോ നാളെ നമുക്ക് ഇരിക്കും കേട്ടോ. അമ്മയും മക്കളും ഒക്കെ വീടുകളിലുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് തീർന്നോളും. 2 പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരെണ്ണമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഓരോ ദിവസം ഓരോന്നൊക്കെയല്ലേ ഇടുന്നത്. അതുകൊണ്ട് വലിയ ചിലവൊന്നുമില്ല കേട്ടോ. ആംബുലൻസ് കേൾക്കുന്നതേ പേടി. ദൈവമേ, ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകല്ലേ. ആപത്തൊന്നും ഇല്ലാതിരിക്കട്ടെ. കേൾക്കുമ്പോഴേ പേടി കേട്ടോ. അപ്പോഴേ നമ്മൾ ഇച്ചിരി കൂടെ ഒക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്തോണം കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത്തിരി നേരം കൂടെ നമ്മൾ മസാജൊക്കെ ഇങ്ങനെ ചെയ്ത് ഒരു 15 മിനിറ്റ് നിങ്ങൾ ഇരുന്നോളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്ത് നല്ല തിളക്കവും വെളുപ്പവും ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. ഇത്തിരി നേരം കൂടെ മസാജൊക്കെ ചെയ്ത് നിങ്ങൾ ഇരുന്നോ 15 മിനിറ്റ്. എന്നിട്ട് നമുക്ക് കാണാം. 15 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് കഴുകിയിട്ടൊക്കെ വന്ന് കാണാം കേട്ടോ. എന്താ നമ്മുടെ മുഖത്തുള്ള ചെളി മീൻസ് അഴുക്കും ഒക്കെ, അഴുക്ക് ഇല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളിരിക്കും. പക്ഷെ കാണും കേട്ടോ. ഇത്തിരിയൊക്കെ കാണാതിരിക്കുമോ? കാണും അല്ലേ. അടിച്ചനച്ച് കുളിക്കണമെന്ന് പറയും നിങ്ങളല്ലേ. അടിച്ചനച്ചൊക്കെ നമ്മൾ കുളിക്കുന്നവരാണൊക്കെ. അപ്പോഴേ നമുക്കിനിയൊരു 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം. ഈ പായ്ക്ക് നമ്മുടെ കൈയുടെ മുട്ടിലും ഒക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. അങ്ങോട്ട് വെളുക്കട്ടെന്നേ. കൈയുടെ മുട്ടിലെ ഈ കറുപ്പുകളും ഒക്കെ മാറിക്കിട്ടും. നമ്മൾ ഈ തേച്ച് കയ്യിലിരിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ കൈയുടെ 2 വശത്തും നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സുപ്പ് അതൊക്കെ തേച്ച് മിനിക്കൊക്കെ ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴും നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകിയിട്ടൊക്കെ വന്ന് കാണാം കേട്ടോ. ഇച്ചിരി നേരം കൂടെയൊക്കെ മസാജൊക്കെ ചെയ്ത് പിടിപ്പിക്കട്ടെ. ഞാൻ മിണ്ടരുത് കേട്ടോ, മിണ്ടരുത്. ഇതാ നമ്മൾ മുഖമൊക്കെ കഴുകിക്കൊണ്ട് വന്നു. 15 മിനിറ്റ് സമയം നമ്മൾ ഇരുന്നു. അപ്പോൾ സൂപ്പറാണ് കേട്ടോ, കിടുക്കാച്ചയാണ്. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. നല്ല കളറൊക്കെ കിട്ടുന്ന നല്ലൊരു അടിപൊളി പായ്ക്കാണ് കേട്ടോ. എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പറ്റിയ സൂപ്പർ, സൂപ്പ് പറയുന്നത് പോലെ കിടുക്കാച്ചി പായ്ക്ക് കേട്ടോ.
എല്ലാവരും ചെയ്ത് നോക്കൂ. ഫങ്ഷനൊക്കെ പോകുമ്പോൾ രാവിലെ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് പോയിക്കോളൂ. അപ്പോൾ പാർലറിലൊന്നും പോയി ഒരു 5 പൈസ കളഞ്ഞേക്കരുത് കേട്ടോ. പാർലറിൽ പോകുന്ന സമയം കൊണ്ട് ഇതേ അടുക്കളയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സാധനങ്ങളെടുത്ത് ഇതേപോലെ പായ്ക്കൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഫങ്ഷന് പോയിക്കോളൂ. എല്ലാവരും ഒന്ന് നോക്കും കേട്ടോ. സത്യം നമ്മൾ അവിടെയൊക്കെ പോയി മേക്കപ്പ് ഇടുന്നതിനെക്കാട്ടിലും സൂപ്പറാണ് കേട്ടോ. കിടുക്കാച്ചിയാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ചെയ്തോളൂ. പിന്നെ തുടർച്ചയായിട്ടൊക്കെ നമ്മളൊന്ന് ചെയ്യാൻ നോക്കണം കേട്ടോ. ആഴ്ചയിലാണെങ്കിലും ആഴ്ച ഓരോ ദിവസം നമ്മൾ ഇതൊന്ന് ഇട്ട് പോയിക്കോളൂ. കിടുക്കാച്ചിയാണ് കേട്ടോ. അമ്മയും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ സൂപ്പർ കിടുക്കാച്ചി ടിപ്പാണ് കേട്ടോ. അമ്മയും മക്കളും ഇല്ല, അമ്മയും മോളും ഒക്കെയുള്ള വീടുകളാണെങ്കിൽ നിങ്ങൾ അമ്മയും മോളും കൂടെ മത്സരിച്ച് അങ്ങോട്ട് ഇട്ടോളൂ കേട്ടോ. ഇന്നലെ വരെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴും നല്ല വിശേഷങ്ങളും വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോഴെല്ലാ കൂട്ടുകാർക്കും